അപ്പം വാക്കുട്ടിയുടെ അടുത്ത് എപ്പോഴെങ്കിലും ദേഷ്യം വന്നിട്ടുണ്ടോ? ഇല്ല, അത്രയില്ല. അത്രയില്ല, കുറച്ചൊക്കെ വരും. ഇടയ്ക്ക് മാന്തയും പിച്ചയൊക്കെ ചെയ്യുമ്പോ ചെറുത് ഇത്രേ ഉള്ളൂ. ബിഹുവിന്റെ അടുത്ത് എങ്ങനെയായിരുന്നു? ബിഹുവിന്റെ എത്ര ഉണ്ടായിരുന്നു? ഇച്ചിരി കൂടുതലായിരുന്നു. ബിഹു എങ്ങനെ? ബിഹുവിന്റെ 76, വാക്കുട്ടിയുടെ 20. ഓ, അങ്ങനെ പോയിന്റ് കയറിയിട്ടിരിക്കുക. ഈ ബിഹു എങ്ങനെ ഓടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നോ? മാന്തയും പിച്ചുമൊക്കെ ചെയ്യുമോ? എങ്ങനെയാണ്? അതെ, ഒരു പ്രാവശ്യം മാന്തിട്ടുണ്ടായിരുന്നു. മാനേജ് പോയപ്പോൾ ഇവിടെ മാന്തിട്ടുണ്ട്. മാന്തി? അതെന്തിനാ മാന്തിയെ? എന്തോ കൈങ്ങാണ്ട് കൊണ്ട് പിന്നെ ചേച്ചി ഇവിടെ മാന്തി. എന്നെ മാന്തല് ഫുള്ളും ഇതായി. എല്ലാവരും മാന്തി 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 നമ്മുടെ കയ്യിൽ കംപ്ലീറ്റ് പാടാണ്. ഫുള്ളും കംപ്ലീറ്റ് പാടാ. ഇതാണ് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എന്റെ തലവേന ഫുള്ളും പോകും. രാത്രി കിടക്കാനും പറ്റത്തില്ല. മുറിവായിട്ട് അത്രയ്ക്ക് വലിയ മാന്തലാണ്. ഇതേണ്ടോ? കാണുന്നില്ലല്ലോ, ചുമ്മായിരിക്കും. ഇവിടെ ഒന്നും കാണുന്നില്ല. ഇത് വല്ല സൂക്ഷ്മദർശിനിയല്ലേ? ഇത് ചെറിയൊരു സാധനം ഉണ്ട്. ബിഹുമാന്തിയാ? അല്ല, ബിഹു ഇവിടെ കണ്ട. അത് പോയി. അത് പോയി. ചെറിയ ഇത്ര ഉള്ളായിരുന്നു. ഇതുണ്ടോ? വാക്കുട്ടിയുടെയാണ്? അല്ല, അത് ബിഹുവിന്റെയാ. വാക്കുട്ടി ഒന്നും മാറിയിട്ടൊന്നുമില്ല. വാക്കുട്ടി അടിച്ചിട്ടുണ്ട്. അതെ, ഇവര് ഈ കുട്ടികളുമായിട്ടുള്ളത് കോംപ്ലക്സ് ആണ്. കുട്ടികൾ തമ്മിൽ എന്താന്ന് വെച്ചാൽ ഞാൻ വലുത് എന്നൊക്കെ പറയും. അപ്പൊ അവള് പറയും, വാക്കുട്ടി പറയും ഞാനാ വലുത്. പിഹു പറയും ഞാനാ വലുത്. പിഹു ശരിക്കും 1 വയസ്സ് മൂത്തവനേക്കാളും. പിഹു എന്താ വെച്ചാൽ അവൾക്ക് ഇതുപോലെ അനിയനൊന്നും ഇല്ല. അതുകൊണ്ട് അനിയന്റെ സ്ഥാനത്ത് ഇങ്ങനെ എപ്പോഴും അവനെ ഇങ്ങനെ കൺട്രോൾ ചെയ്യും. എടാ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. പാട്ട് പാടുമ്പോഴും ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അവളൊരു കൺട്രോൾ ചെയ്യും അവളെ. അത് അവൾക്ക് നിർബന്ധമാ. അതൊക്കെയാണ് ഇവന്റെ പ്രശ്നങ്ങള്. ഇവൻ പറയും ഞാനാ ചേട്ടൻ, ഞാനാ ചേച്ചി. ആ ഒരു പ്രശ്നമാണ്. പക്ഷെ ആ ജാടയിൽ ആ ബിലാലിനെ ചെയ്തോണ്ടല്ലോ. ബിലാല് വേറെ ലെവലായിരുന്നു. ഓർമ്മയുണ്ടോ ബിലാലിനെ ചെയ്തത്? ഇതാണോ ബിലാല്? മമ്മൂക്കെ കാണിച്ചല്ലോ. അതാണ് ഞാൻ. അതൊക്കെ അല്ല, മമ്മൂക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചായിരുന്നു സ്റ്റേജില്. ഇപ്പൊ കാണിക്കോ? മറന്നുപോയി. മമ്മൂക്കെ ഓർമ്മയില്ലേ? മമ്മൂക്കയുടെ ഡയലോഗ്, മമ്മൂക്കയുടെ 2 ഡയലോഗ് ചന്ദനെ തോപ്പിക്കാൻ അറിയില്ലേ? കൈ ആക്ഷൻ ഒക്കെ കാണിച്ചിട്ട് ചന്ദുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറഞ്ഞില്ലേ? എങ്ങനെയാ അങ്ങനെ പറഞ്ഞായിരുന്നു അന്ന് സ്റ്റേജില്. അറിയത്തില്ല, ചന്ദനെ തോപ്പിക്കാൻ അറിയില്ല മക്കളെ. മതി. ഈ അവിടെ പോയിട്ട് ഷാറുഖ് ഖാൻ എന്നാണ് വിളിച്ചത്, ഇവിടെ മമ്മൂക്ക എന്ന് വിളിച്ചു. ഇതെല്ലാം സൂപ്പർ സ്റ്റാറുകളുടെ പേരൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ ഇത്? ഇതൊക്കെ എങ്ങനെ ഒപ്പിക്കണത്? ഓ, ഭയങ്കര ജോലിയാണല്ലേ നമുക്ക്. ഇപ്പൊ ഇച്ചിരി വേണമെങ്കിൽ പൊടിക്ക് ജാടയൊക്കെ ഇടാം. കാരണം സോണിയുടെ പരിപാടി എന്നൊക്കെ പറയുന്നത് നാട് മുഴുവനും കാണുന്ന പരിപാടിയാ. അപ്പൊ അതില് സൂപ്പർ സ്റ്റാർ ആവുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ജാടയൊക്കെ ഇടാം. വേണമെങ്കിൽ കാലൊക്കെ കാൽമേൽ കയറ്റിയൊക്കെ ഇരിക്കാം. അതെ, അങ്ങനെയൊക്കെ ഇരിക്കാം. അതെ, ഒരു സ്റ്റൈല്. ഈ കൂട്ടുകാരെ കാണുമ്പോ എന്തായിരിക്കും ഇനി റിയാക്ഷൻ? ഓ, അവരൊന്നും കണ്ടില്ലല്ലേ? സ്കൂളിൽ പോയില്ല അതിന് ശേഷം? ഞാൻ ഇന്നലെ ഗ്രൂപ്പ് കോൾ വിളിച്ചായിരുന്നു പിള്ളേരൊക്കെ കൂടെ, അവിടെ ക്യാപ്റ്റൻസ്. അപ്പൊ അവരെ എന്തൊക്കെയാ പറഞ്ഞവരൊക്കെ? എന്തൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഗ്രൂപ്പ് കോളല്ലേ, അപ്പൊ ആരുടെ കൂടെ എന്തെങ്കിലും ഒക്കെ സംസാരിക്കും. എനിക്കാണ് ഒന്നും മനസ്സിലായി. ഞാൻ വളവള ചപ്പാത്തി തിന്നോണ്ടിരിക്കുക. അവരെല്ലാം ഹിന്ദിയിലാ സംസാരിച്ചത്? ഹിന്ദിയിലാ സംസാരിച്ച. വേറെ ആളോട് സംസാരിക്കുക. ഞാനാണ് ചപ്പാത്തി ഇങ്ങനെ കല്ലുകൂട്ടി നോക്കിയിരിക്കുക. പിന്നെ പറയാൻ എല്ലാവരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക. പിന്നെ ഫ്രീ കിട്ടിയപ്പോ ഞാൻ എല്ലാവരോടും സംസാരിച്ചു. ഈ തെലുങ്കിൽ പോയപ്പോ ശരിക്കും അവിടുത്തെ ബെസ്റ്റ് എന്റർടൈനർ എന്നുള്ള രീതിയിൽ അവാർഡ് കിട്ടിയത്. അത് ചെറിയ പ്രായമായിരുന്നില്ലേ? അതിന്റെ ക്രെഡിറ്റ് പറയുന്നത് ശ്യാം എന്നായിരുന്നു സാറിന്റെ പേര്, ഡയറക്ടറുടെ. ശ്യാം ശങ്കർ. ആ സാറിന് മറക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അറിഞ്ഞില്ല. ഇവന്റെ ബോഡി ലാംഗ്വേജും ഇവൻ ആ റിഹേഴ്സൽ ടൈമിൽ നിന്നിട്ട് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് സാറ് നേരിട്ട് കയറ്റി വിട്ടതാ. അടുത്ത ദിവസത്തെ ഷൂട്ടിന് ഞങ്ങളോട് പറഞ്ഞു അവനെ ഇങ്ങനെ തന്നേന്ന് പറഞ്ഞു. എന്നിട്ട് കൊണ്ടങ്ങ് വിട്ടു. ഇവനവിടെ പോയിട്ട് അതാണ് പ്രൊമോ വന്നത് ആ ഷോയുടെ. അന്ന് മുതൽ ആ ഷോ തീരുന്നിടം വരെ ഇവൻ അതിലുണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് അവരിവന് ഒരു അവാർഡ് കൊടുത്തു, ബെസ്റ്റ് എന്റർടൈനർ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഫിനാലയ്ക്ക് ഒരു ഓർക്കസ്ട്ര വായിച്ചിട്ട് ഇവനൊരു പാട്ട് ഫുള്ളായിട്ട് പാടി, ഒരു തെലുങ്ക് പാട്ട്. അത് ടൈംസ് ഓഫ് ഇന്ത്യയിലും അവിടെ ഭയങ്കരമായിട്ടത്
ഹിറ്റായി ആ പാട്ട്. അമ്മയുടെ പാട്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര മറക്കാൻ പറ്റാത്ത സംഭവമാണ്. 1.5 വയസ്സിൽ അങ്ങനെ ഇട്ട് അങ്ങനെയാണ് നമുക്ക് ശരിക്കും മനസ്സിലായത് ഇവനിൽ എന്താണെന്ന് വെച്ചാൽ ഒരു പാട്ട് ആ സമയത്ത് 1.5 വയസ്സിൽ ഫുള്ളായിട്ട് ഒരു തെലുങ്ക് പാട്ട് പഠിച്ച് പാടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ, കുഞ്ഞു കുട്ടിയല്ലേ. അങ്ങനെയാണ് പിന്നെ പാട്ടിലേക്ക് ഇതായത്. പിന്നെ അത് കഴിഞ്ഞ് തെലുങ്ക് പാട്ട് പാട്ടിപ്പം ശ്രേയ ഘോഷാൽ കണ്ടിട്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജീനിയസ് ആന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പ്രായത്തിൽ. ശ്രേയാജിയൊക്കെ വന്ന് കമന്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ എന്താണ്, എനിക്ക് അത്ഭുതം മാറുന്നില്ല അതങ്ങോട്ട്. തെലുങ്ക് ഇപ്പൊ ഓർമ്മയുണ്ടോ? ഇത് പഠിച്ചു കഴിഞ്ഞാൽ കളയുമല്ലേ നമ്മള്? ചെറിയ പ്രായം ഓർമ്മയില്ല. 1.5 വയസ്സിൽ പോയതേ ഓർമ്മയില്ല. 1 മാസം മുന്നേ പാടിയ പാട്ട് ഇപ്പൊ ചോദിച്ചാൽ ഓർമ്മയില്ല. അപ്പോ പഠിച്ചെല്ലാം അല്ല, അതിനകത്തൊരു കാരണമുണ്ട്. കാരണം 80 പാട്ടിന് മുകളിൽ ഇപ്പൊ ഹിന്ദി പാട്ട് പാടി കഴിഞ്ഞു ഈ ഷോയില്. ഒരാഴ്ചയിൽ 4 പാട്ട് വെച്ചൊക്കെ പഠിച്ച് പാടുമല്ലേ. അപ്പൊ അതിനെ പൂർണ്ണമായിട്ട് മാറ്റി വെക്കും, അല്ലെങ്കിൽ പുതിയതിലേക്ക് വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പൊ ഒന്ന് പൊടി തട്ടി എടുത്താൽ എല്ലാം ശരിയാവും, പക്ഷെ കുറച്ച് മറവിയുണ്ട്. ഇപ്പൊ ഓർമ്മയുള്ള ഏതെങ്കിലും ഉണ്ടോ? ജോൺസൺ മാഷിന്റെ വല്ല ഒരു സാധനം ചെറുതായിട്ട് പാടാൻ ഓർമ്മയില്ല? മലയാളം പാട്ടില്ല, മലയാളം ഇല്ല കയ്യില്. മലയാളം സ്റ്റോക്ക് എടുക്കണം നമുക്ക്, അടുത്ത ഇന്റർവ്യൂലൊക്കെ നമുക്ക് പൊളിക്കണം. കടവിൽ പാടാൻ അതറിയാം. അല്ലിയാമ്പ് കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കുതുമ്പു വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കൻ വെള്ളം അന്നു നെഞ്ചിലാകെ അനുരാഗ കരിക്കൻ വെള്ളം. അവൻ പാട്ട് പാടുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ അങ്ങ് പോയിട്ട് പാടാൻ ശ്രമിക്കുന്നുണ്ട്, മാറുന്നുണ്ട്, ആള് മാറുന്നുണ്ട്. അത് പൊളി, ഈ വേറെ ലെവലാണ്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ആവുന്നതിന് കാരണമായ ഒരാളും കൂടെ വരാനുണ്ട്, അച്ഛൻ. 1 2 3 welcome the father. അതെ. അപ്പോ നമ്മൾ ഈ കാണുന്ന 2 പേരുടെയും, അല്ലെങ്കിൽ ഈ 2 പേരുടെയും പിന്നിൽ 2 പേരുണ്ടായിരുന്ന ഒരാളെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സന്ധ്യ, പിന്നെ സജിമോൻ. നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഞാൻ ഇത് പറഞ്ഞതുപോലെ ഭയങ്കര രസമാട്ടോ. ഇവർ 2 പേരെയും കൊണ്ട് നിങ്ങൾ ഇത്ര എത്തിക്കാന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ഒരു ഇൻസ്പിറേഷൻ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പൊ നിങ്ങൾ 2 പേരും ഇങ്ങനെ നടക്കുമ്പോൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഇവര് ചെയ്യുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്, പക്ഷെ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഒരു സാധനം വേണ്ടേ, ഇതിങ്ങനെ ഉണ്ടാക്കി എടുക്കണം എന്നുള്ള ഒരു സാധനം വേണ്ടേ? ബേസിക്കലി എനിക്ക് കലയുമായിട്ട് ഒരു ബന്ധമില്ല, എനിക്ക് ബാഹ്യമായിട്ടുള്ള സപ്പോർട്ട് മാത്രമേ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും വൈഫാണ് ഈ കുട്ടികളുടെ കാര്യത്തിന് ഫുള്ളായിട്ട് സ്റ്റാർട്ടിങ് മുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ജോബിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല, നമ്മൾ ജോലിക്ക് പോകും, കാര്യങ്ങൾ. ഞാനിപ്പോൾ KFON പ്രൊജക്റ്റിൽ സൈറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. കേരള ഗവൺമെന്റ് പ്രോജക്റ്റ് കൽക്കട്ട ബേസ്ഡ് കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ സന്ധ്യ ശരിക്കും ജോലി ചെയ്യുന്നില്ല, ജോലിക്ക് ശ്രമിച്ചിട്ടില്ല. ഒരു ഇതിന് പോലും നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല, ഒരു ഇന്റർവ്യൂവോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റോ ഒന്നും എഴുതിയിട്ടില്ല. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച ഒരു സാക്രിഫൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ. കാരണം ഇതിപ്പോൾ കലയെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് പറഞ്ഞു എങ്കിലും നമ്മളിപ്പോൾ ഒരു കുട്ടികളെ കൊണ്ട് എത്ര വലിയൊരു കോമ്പറ്റീഷൻ ആണെങ്കിലും ഒന്നും അറിയില്ലെങ്കിലും ഭാഷ അറിയെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ മുന്നിലിറങ്ങും. അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരാളല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ജോലി നോക്കില്ല, അവിടെ അവര് ചെന്നില്ലെങ്കിൽ എന്ത് പറയുമെന്ന് നോക്കില്ല, ഒന്നും നോക്കില്ല, മുന്നിലുണ്ട്. ഈ ഭാഷയുടെ ലിമിറ്റേഷൻ ഉള്ളപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറയും. പക്ഷെ നിങ്ങൾ 2 പേരും ഇവരെ എത്തിക്കുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ആലോചിച്ചത്, ഇപ്പൊ എന്റെ മക്കളെയും കൊണ്ട് പോവുകയാണെങ്കിൽ ഈ ഭാഷയുടെ ലിമിറ്റേഷൻ, ഇപ്പൊ നിങ്ങൾ തെലുങ്ക് പോകുന്നു, ഹിന്ദി പോകുന്നു, എനിക്കൊന്നും ഇത് സങ്കല്പിക്കാൻ കഴിയില്ല. കാരണം അവിടെ പോയിട്ട് നമ്മൾ എങ്ങനെ ഇവരോട് ഇത്രയും ജെല്ലായിട്ട് നിൽക്കണ്ടേ? അത് ഭയങ്കര ഒരു ചലഞ്ചാ എടുക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്. നമ്മളുടെ ഇത് വെച്ചിട്ട് എനിക്ക് അങ്ങനെ വലിയ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് വന്നിട്ടില്ല. പക്ഷെ ഇത് ചെയ്യണ്ടേ, കുട്ടികളെ ഇത് ചെയ്യണ്ടേ, അത് കാണുമ്പോഴാണ് നമുക്ക് പ്രശ്നം. ഈ കുട്ടികളെ അത് എത്തിക്കാനാണ് നമുക്ക് പാട്, അല്ലാതെ വേറെ നമുക്കതിന് വേറൊരു അത്ര ബുദ്ധിമുട്ടൊന്നും നമ്മുടെ പണ്ട് ഉണ്ടായ അച്ഛനും അമ്മയൊക്കെ കഷ്ടപ്പെട്ട് വെച്ച് നോക്കുമ്പോൾ ഇതൊരു കഷ്ടപ്പാടായിട്ട് ഇപ്പം എനിക്ക് ഒട്ടും തോന്നിയിട്ടില്ല. ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരാളും കൂടെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടാണ്, അതുകൂടെ നമുക്ക് കേട്ടിട്ട്. ഹലോ ആഹിർഭ, ഈ ചേച്ചി അറിയോ? എങ്കിലും ബാബുട്ടാന്ന് നീട്ടി വിളിക്കാനാണ് നമ്മൾ മലയാളികൾക്ക് ഇഷ്ടം അല്ലേ? മോൻ ഈ ഒരു ചെറിയ പ്രായത്തില്
എത്ര വലിയ അച്ചീവ്മെൻ്റ് ആണ് നേടിയിരിക്കുന്നത് എന്നുള്ളത് മോന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ മലയാളികൾക്ക് ഒരുപാട് അഭിമാനം കൊള്ളുന്നൊരു നിമിഷം കൂടിയാണിത്. നമ്മളൊക്കെ ഇത്രയും പ്രൗഡാക്കിയതിന് മോന് താങ്ക്സ് പറയണം ആൻറ്റി. ഇനിയും ഒത്തിരി ഒത്തിരി പാട്ടുകൾ പഠിക്കണം, കുറേ വേദികളിൽ പാടാൻ സാധിക്കട്ടെ, കുറേ പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കട്ടെ. ഞങ്ങൾ മലയാളികളൊക്കെ ഇനിയും പ്രൗഡാക്കുക. സോ സ്റ്റേ ഹംബിൾ, കോൺക്വർ മോർ ഹൈറ്റ്സ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മൃദുല ചേച്ചിയുടെ പാട്ടുകളൊക്കെ അറിയാവോ? ശരിക്കും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടൊക്കെ ഉണ്ട് കുറച്ച്. മോളെ നമുക്ക് എല്ലാവർക്കും കൂടെ പാടാൻ പറ്റുന്ന ഇവർ രണ്ടുപേരും കൂടുതലായിരിക്കും. എന്നാലും നമുക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ കൊഴിപ്പിക്കുന്ന എന്ന് പറയാം. ഞാൻ മനസ്സുകൊണ്ട് കൂടെ ചേരാം കേട്ടോ. ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. 1 2 3 4. നീ പൊളിയാടാ, ചക്രയാ, അടിപൊളിയാ, ഭയങ്കര സ്മാർട്ടാട്ടോ. ചേച്ചിയാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. ഭയങ്കര നമുക്ക് ആ ഫീല് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്ത് ഈ സാധനം കൊണ്ടുവന്നിട്ടുള്ളത്. അതെ അതെ അതെ, അടിപൊളിയാടാ, നന്നായിട്ട് പോകും. നിങ്ങൾക്കാണ് ശരിക്കും സല്യൂട്ട് ചെയ്തത്. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും ഉണ്ടല്ലോ, ശരിക്കും ഇവരില്ലെങ്കിൽ ഈ ഹൈറ്റിലേക്ക് എത്തില്ല. എനിക്ക് തോന്നുന്നു ശരിക്കും ഇതിന്റെ തലച്ചോറ് കാണാൻ കഴിഞ്ഞാലും ഇങ്ങനെയുള്ള നിമിഷങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു അച്ചീവ്മെന്റ്. ഇതിന് മേളിലൊന്നുമില്ല. അതെ, ഞങ്ങൾക്ക് സന്തോഷം ഇങ്ങനെ ഫോണിലൊക്കെ കാണുമ്പോ ചെയ്യാൻ പറ്റും. വളരെ സന്തോഷം.